ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ തണ്ണിമത്തൻ്റെ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ. ഇന്നിപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് മിൽമയുടെ നല്ല കട്ടയായിട്ടുള്ള പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പൂവൻപഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 ഗ്ലാസ് ഫുള്ളും കിട്ടാനുള്ള അളവിലാണ് ഇപ്പോൾ ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ കയ്യിൽ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓറിയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര എടുക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ കഴിക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണത്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലാണ്, പക്ഷേ ലൂസായിട്ടുള്ള കട്ടിയാവാത്ത പാലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് കുറച്ച് ഐസ്ക്രീം പോലെ ആയിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയിലേക്ക് നമ്മുടെ ജാറിലോട്ട് കപ്പലണ്ടിയും ബിസ്ക്കറ്റും ഇട്ടിട്ട് കുറച്ച് പാൽ മാത്രം ഇട്ടിട്ട് അടിച്ചു കേട്ടോ. അതിനാണ് ഞാൻ ലൂസായിട്ടുള്ള പാലെടുത്ത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആ ലൂസായിട്ടുള്ള പാലൊഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് അടിച്ചു കേട്ടോ. അടിച്ചപ്പോൾ കണ്ട കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കുറച്ച് പൊടി പോലെ ഇങ്ങനെ മുകളിലേക്ക് ജാറിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിനി പഴം കുറേശ്ശെയായിട്ട് ഇട്ടടിക്കുക. പഴവും അതുപോലെ തന്നെ പഞ്ചസാരയും ബൂസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അടിച്ചു കേട്ടോ. അങ്ങനെ അടിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ പരുവാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പാല് കട്ടയായിട്ടുള്ള പാലുകൾ മൊത്തം എടുത്തിട്ട് ജാറിലോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ജാറിൽ അത്യാവശ്യം എമൗണ്ട് ഒരു 4 ഗ്ലാസ്സിനുള്ള എമൗണ്ടൊക്കെ ജാറിൽ കൊള്ളുന്ന ഒരു വലിയ ജാറാണത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ ക്യൂബ്സും കൂടിയിട്ട് ജാറിലോട്ട് ഇട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൂസ്റ്റ് കൂടുതൽ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കപ്പലണ്ടി അതുപോലെ തന്നെ ന്യൂട്രൽ അടിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ രീതിയിലും അടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊക്കെ ഇടാം. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങൾ ടൂട്ടി ഫ്രൂട്ടി ചെറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പലണ്ടി നമ്മൾ സാധാരണ ഷേക്ക് കുടിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇട്ട് തരാറുണ്ടല്ലേ ഷോപ്പിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അതിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തിക്നെസ് ആയിട്ടുള്ള ഷേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കപ്പലണ്ടിയും ബിസ്ക്കറ്റും കൂടിയിട്ട് അടിച്ചത്. അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം അടിച്ചാൽ മതി കേട്ടോ. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ ഷേക്ക് കുടിക്കുന്ന പോലെ തന്നെ മിൽക്കും ബൂസ്റ്റ് അതുപോലെ തന്നെ പഴം അത് മാത്രം ഇട്ടിട്ട് നമുക്ക് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കാം കേട്ടോ. അങ്ങനെ കുടിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും കുടിക്കാം. ഇതൊന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് ഞങ്ങൾ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയാണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷേക്ക് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഗ്ലാസ്സിലേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ